ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലു ആൻഡ് ചിമ്മു. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നിതാ ഒരു അറബിക് സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ലുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് സ്വീറ്റ് ബോൾ എന്നൊക്കെ ഇതിന് പറയാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഈവൻ നമുക്ക് ഒരു ഡെസേർട്ടായിട്ടൊക്കെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ നിങ്ങളെ ഞാൻ അധികം സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, നമുക്കിതാ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു 250 ml ആ കപ്പിൽ ഒരു 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഒരു 1/3 കപ്പിൽ കോൺഫ്ലവറും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പം കോൺഫ്ലവർ എടുക്കുമ്പോൾ വൈറ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഓർഗാനിക് എടുത്തിട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഇനി നമുക്കിതിലോട്ടേക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിനി ഇതിലോട്ടേക്ക് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/3 കപ്പിലുള്ള തൈരാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിപ്പം പുളിയുള്ളതോ പുളി ഇല്ലാത്തതായാലും ഓക്കെയാണ്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ ഈസ്റ്റും കൂടി എടുത്തു കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊരു സ്പാറ്റിൽ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ല രീതിയിൽ തന്നെ മിക്സ് ആവട്ടെ. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് പാല് വേണേ. അപ്പോൾ ഞാനിവിടെ ഫുൾ പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാലില്ല എങ്കിൽ ഇളം ചൂടുവെള്ളം എടുത്താലും ഓക്കെയാണ് കേട്ടോ. അപ്പോൾ പാൽ എടുക്കുമ്പോൾ കുറച്ചുകൂടിയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാനിവിടെ ഈ ഒരു കപ്പ് അളവിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ചുകൂടി വേണ്ടിയെങ്കിൽ നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനിയും ആഡ് ചെയ്യേണ്ടെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഇനി ഇതൊരു സ്പാറ്റിൽ വെച്ചിട്ട് ചെറിയ രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ആദ്യ സമയത്ത് മൈദ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് തിക്കായി പിടിക്കുന്നുണ്ടാവും. പക്ഷേങ്കിൽ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ആവശ്യത്തിന് കുറച്ചുകൂടി പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഇതാ ഞാനിതാ 1 കപ്പും കൂടി പാൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ നോക്കിയേ, ഇതാ ചെറിയ രീതിയിൽ കട്ടൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ആ കട്ട കെട്ടിയതൊക്കെ റിമൂവായിട്ട് പോവും. അപ്പോൾ നോക്കിയേ, മൈദ ആയതുകൊണ്ട് തന്നെ ഇത് നല്ല സ്റ്റിക്കി മാതിരി ഉണ്ടാവും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് അത് ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നോക്കി ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇത് ഒരു 3-4 മണിക്കൂർ ഒന്ന് പൊങ്ങാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇതാ ഞാൻ അതിന് മുന്നേ ജസ്റ്റ് ഇത്ര സമയം സ്പാറ്റിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്തത്. ഇനി ഒന്ന് കൈവച്ചും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് ഞങ്ങൾ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈവച്ച് മിക്സ് ചെയ്യുമ്പം അത് റിമൂവായി പോകുമല്ലോ. അപ്പം ഇതാ കൈവച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂറോളം ഒന്ന് പൊങ്ങാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ഒരു 1/3 കപ്പിലുള്ള ഷുഗറാണ് എടുത്തിട്ടുള്ളത്. സെയിം അളവിലുള്ള വെള്ളമാണ് നമുക്ക് ഇതിലോട്ടേക്ക് വേണ്ടത്. അപ്പോൾ ഇതാ 1/3 കപ്പിലുള്ള വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു 2 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പകുതി ചെറുനാരങ്ങ നീരും കൂടി സ്ക്വീസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പം മീഡിയം ഫ്ലെയിമിലായിരിക്കണേ ഉണ്ടാവേണ്ടത്. എന്നിട്ടൊരു 3-4 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം നമ്മൾ പഞ്ചസാര നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിൻ്റെ അവസ്ഥ ഒന്ന് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം 4 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നോക്കി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പുതിയ ഈസ്റ്റാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് എനിക്ക് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബൗളിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സ്പൂൺ സൺഫ്ലവർ ഓയിലോട്ടേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ മാവിലോട്ടേക്ക് സ്പൂണ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നേരെ ചട്ടിയിലോട്ടേക്ക് ചെറിയ സൈസിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏറ്റവും ചെറിയ സൈസിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എൻ്റെ ഇച്ചിരി വലുപ്പം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് ഇട്ടിട്ടാകുമ്പം നല്ല രീതിയിൽ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ
ചെറിയ സൈസിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു വശം നന്നായി ആയിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ കാണാൻ, അതുപോലെ തന്നെ കഴിക്കാനും സൂപ്പറാണ്. ഇനി നമുക്കിത് ഒന്ന് കോരിയിട്ട് പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇതാ ഞാൻ വീണ്ടും ഒരു ട്രിപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ ഷുഗർ സിറപ്പ് ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇനി ഈ സ്വീറ്റ് ബോൾ നമുക്ക് ആ ഷുഗർ സിറപ്പിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3 മിനിറ്റ് അതിൽ തന്നെ കിടക്കട്ടെ. അപ്പം എന്നിട്ട് നമുക്കതിൻ്റെ മേലെ നട്ട്സ് വെച്ചിട്ട് ഒന്ന് സേവ് ചെയ്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് വൈറ്റ് എള്ള് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നട്ട്സ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല കിടിലൻ ടേസ്റ്റായിരുന്നു. എന്താ പറയുക, കഴിച്ചിട്ടും മതിയായിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. വീട്ടിലുള്ള മിനിമം ചേരുവ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കിടില ഐറ്റം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നത് ടാറ്റാ ബൈ ബൈ.